ഹായ്, ഇന്ന് നമ്മളെ കപ്പവടയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് 250 ഗ്രാം കപ്പ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഉടച്ചെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ചേർക്കേണ്ടതെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്കിനി ഒരു വലിയൊരു സവാള അരിഞ്ഞതാണ്, അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി, പിന്നെ നല്ല എരിവുള്ള പച്ചമുളക്, പിന്നെ പ്രധാന ഐറ്റം കറിവേപ്പിലയാണ്. കറിവേപ്പില അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഉപ്പ് ഞാൻ കപ്പ വേവിക്കുമ്പോൾ ഇട്ടതാണ്, എന്നാലും കുറച്ച് ഇതിലേക്ക് വേണ്ടിയിട്ട്. പിന്നെ 1 കപ്പ് അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതൊക്കെ പാടെ നന്നായിട്ട് കുഴച്ചെടുക്കണം. കളറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. കുറേശ്ശെ വെള്ളം ചേർത്താൽ മതിയാവും. വട പരത്തുമ്പോൾ കപ്പ ഉടയ്ക്കുമ്പോൾ നന്നായിട്ട് ഉടയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ വട പരത്തുമ്പോൾ അത് ശരിയായില്ല. അതുകൊണ്ട് നന്നായിട്ട് കപ്പ ഉടച്ചിട്ടേ ഈ എല്ലാ സാധനങ്ങളും അതിൽ ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ കുഴയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. നമ്മുടെ വട നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ പാകത്തിന് ഉള്ള എണ്ണ ഒഴിക്കണം. ഇനി നമുക്കിതൊന്ന് ഓരോ ബൗളായിട്ട് എടുത്തിട്ട് വടയുടെ ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം. നടുവിലൊരു ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ട് വടയുടെ അത് ഉഴുന്നുവട ഉണ്ടാക്കണ പോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ ഈ മാവ് മൊത്തം അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. ഒരു ഈസി ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. എന്നാൽ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. കയ്യിലൊട്ടുണ്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഉണ്ടാക്കുക. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നല്ല ചൂടായിട്ടുള്ള എണ്ണയ്ക്ക് നമുക്കിത് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ട് നമുക്ക് മറിച്ചിടാം. ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനൊന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യുക. ഇടയ്ക്ക് നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ.
ഒരു സൈഡ് നന്നായിട്ട് ബ്രൗണിഷ് കളറായിട്ടുണ്ട്. നമുക്കിതിനെ മറിച്ചിടാം. ഈ മറ്റേ സൈഡും കൂടെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ കോരി എടുക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൂളവട ദാ റെഡി ആയിരിക്കുന്നു. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കപ്പവട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട്